ട്രംപ് പെട്ടെന്ന് എന്തുകൊണ്ടാണ് ഇറാനെതിരായ ആക്രമണം നിർത്തിയത്? ഇറാനിൽ നടത്താൻ ആസൂത്രണം ചെയ്ത വൻ ആക്രമണ പദ്ധതി നിർത്തിവെക്കാൻ കാരണം അറബ് രാജ്യങ്ങളുടെ ഇടപെടലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ പറഞ്ഞിട്ടുണ്ട്. സൗദി അറേബ്യ, ഖത്തർ, UAE എന്നീ രാജ്യങ്ങളുടെ ആവശ്യപ്രകാരമാണ് ആക്രമണം വേണ്ടെന്ന് വെച്ചതെന്നാണ് ട്രംപ് വ്യക്തമാക്കുന്നത്. ഇറാനും ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നു എന്ന് ട്രംപ് പറയുന്നു. വൻ ആക്രമണത്തിന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിരുന്നു എന്നതാണ് ട്രംപിന്റെ അവകാശവാദം. ഇറാനിലേക്ക് ആക്രമണത്തിന് പോകാൻ എല്ലാ തയ്യാറെടുപ്പും നടത്തിയിരുന്നു. എന്നാൽ സഖ്യകക്ഷികൾ ആക്രമണം നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടതോടെയാണ് പിൻവാങ്ങിയത് എന്നതാണ് ട്രംപ് പറയുന്നത്. ഇത് ട്രംപിന്റെ തന്ത്രമാണോ? എന്താണ് ട്രംപിന്റെ പുതിയ പ്ലാൻ? രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ ആക്രമണം ഇറാനിൽ നടത്താനാണ് പദ്ധതിയിട്ടിരുന്നത് എന്നതാണ് ട്രംപ് പറയുന്നത്. സഖ്യരാഷ്ട്രങ്ങളുടെ ഇടപെടലാണ് അത് വേണ്ടെന്ന് വെക്കാൻ തന്നെ പ്രേരിപ്പിച്ച ഘടകമെന്നും ട്രംപ് വ്യക്തമാക്കുന്നു. ശനിയാഴ്ച രാത്രിയും ഞായറാഴ്ച പുലർച്ചെയുമായി ഇറാനിൽ അമേരിക്കയും ഇസ്രയേലും ചേർന്ന് വലിയ ആക്രമണത്തിന് ആസൂത്രണം ചെയ്തതായി അമേരിക്കൻ സെൻട്രൽ കമാൻഡും വ്യക്തമാക്കിയിരുന്നു. ഇറാന്റെ അടിസ്ഥാന സൗകര്യ കേന്ദ്രങ്ങളും ഊർജ്ജ മേഖലകളും അടക്കം ആക്രമിക്കുമെന്നതായിരുന്നു ട്രംപ് നൽകിയിരുന്ന മുന്നറിയിപ്പ്. അതനുസരിച്ചുള്ള ആക്രമണത്തിനായിരുന്നു പദ്ധതിയിട്ടിരുന്നതെന്നും പറയുന്നു. ആക്രമണത്തിന് മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇടപെടുകയും ആക്രമണത്തിന്റെ ഭവിഷ്യത്തുകൾ അമേരിക്കയെ ഓർമ്മിപ്പിക്കുകയും ചെയ്തതോടെയാണ് ആക്രമണ പദ്ധതി ഒഴിവാക്കാനും ചർച്ചയുടെ വഴി തേടാനും തീരുമാനിച്ചത് എന്നതാണ് ട്രംപ് തന്നെ ഇപ്പോൾ പറയുന്നത്. സൗദി രാജാവ്, കിരീടാവകാശി എന്നിവരുമായി സംഭാഷണം നടത്തിയതായി ട്രംപ് പറയുന്നു. ഇറാനുമായുള്ള ചർച്ചയ്ക്ക് ഉടൻ തുടക്കമാകുമെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്ക് തുറക്കൽ അടക്കമുള്ള വിഷയങ്ങളിൽ ചർച്ച നടക്കും എന്നതാണ് ട്രംപ് അവകാശപ്പെടുന്നത്. ആരുമായാണ് ചർച്ചയെന്നോ എവിടെയാണ് ചർച്ച നടക്കുകയെന്നോ പക്ഷേ ട്രംപ് വ്യക്തമാക്കിയിട്ടില്ല. അമേരിക്ക, ഇറാനും നേരിട്ടുള്ള ചർച്ച നടക്കുമെന്ന കാര്യം ഇതുവരെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുമില്ല. അതേസമയം പാകിസ്ഥാനും ഒമാനും അടക്കമുള്ള മധ്യസ്ഥത വഹിക്കുന്ന രാജ്യങ്ങൾ ഇറാനുമായി ബന്ധപ്പെടുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളുണ്ട്. മധ്യസ്ഥ രാഷ്ട്രങ്ങളുടെ ശ്രമം വഴി ഇറാനെയും അമേരിക്കയും ഒരു മേശയ്ക്ക് ചുറ്റും ഇരുത്താൻ സാധിക്കും എന്ന പ്രതീക്ഷയാണ് ഉള്ളത്. ജൂണിൽ അമേരിക്കയും ഇറാനും ഒപ്പുവെച്ച ധാരണാപത്രമാണ് രാജ്യത്തിന്റെ ഭാവി വിദേശ ബന്ധങ്ങളുടെ അടിത്തറ എന്നതാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ പറയുന്നത്. ട്രംപ് ഒരു അപ്രതീക്ഷിത പ്രഖ്യാപനത്തിലൂടെ ഈ ആക്രമണ പദ്ധതി നിർത്തിവെച്ചു എന്ന് പറയുന്നതിന് കാരണം എന്താണ്? അതാണ് എല്ലാവരും ഇപ്പോൾ അന്വേഷിക്കുന്നത്. ഒരു പുതിയ കരാറിന് സാധ്യതയുണ്ടെന്നാണ് ട്രംപിന്റെ അവകാശവാദം. പക്ഷേ ഇറാൻ അത് പൂർണ്ണമായും തള്ളിയിരിക്കുകയാണ്. എന്താണ് ട്രംപ് പറയുന്നതെന്ന് നോക്കിയാൽ, ഇറാനും ചില ഗൾഫ് രാജ്യങ്ങളും അമേരിക്കയോട് ആക്രമണം ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആക്രമണം നിർത്തിവെച്ചതെന്നാണ് അദ്ദേഹം പറയുന്നത്. കരാർ വേഗത്തിലുണ്ടാകുമെന്ന പ്രതീക്ഷയും ട്രംപ് പങ്കുവെക്കുന്നു. ആ കരാറിൽ എന്തൊക്കെയാകും എന്നതും ട്രംപ് സൂചിപ്പിക്കുന്നുണ്ട്. 3 പ്രധാന കാര്യങ്ങൾ ഉണ്ടാകും എന്നതാണ് ട്രംപ് പറയുന്നത്. പതിവ് പോലെ തന്നെ ഹോർമുസ് കടലിടുക്ക് ഉടൻ തുറക്കണമെന്ന ആവശ്യം, അതിലൊരു തീരുമാനമുണ്ടാകുമെന്ന് ട്രംപ് പറയുന്നു. ഇറാന്റെ ആണവ ഭീഷണി അവസാനിപ്പിക്കണം, അതിൽ തീരുമാനം. ഒപ്പം മേഖലയിലെ സംഘർഷം കുറയ്ക്കണം. എന്നാൽ ഈ കരാറിന്റെ ഔദ്യോഗിക വിശദാംശങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഇറാന്റെ ഈ ട്രംപിന്റെ അവകാശവാദങ്ങളോടുള്ള മറുപടി എന്ന് പറയുന്നത് പൂർണ്ണമായും ട്രംപിന്റെ അവകാശവാദങ്ങൾ നിഷേധിക്കുകയാണ് ഇറാൻ. ആക്രമണം നിർത്താൻ തങ്ങൾ ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല എന്നതാണ് ഇറാൻ പറയുന്നത്. ഒപ്പം അമേരിക്കയോ ഇസ്രയേലോ പുതിയ ആക്രമണം നടത്തിയാൽ ശക്തമായി അതിനെതിരെ തിരിച്ചടിക്കും എന്നും ഇറാൻ പറയുന്നുണ്ട്. ഇറാന്റെ ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ സൗദി അറേബ്യ, UAE, ഖത്തർ, ഇസ്രയേൽ എന്നിവിടങ്ങളിലേക്കും അവിടങ്ങളിലെ ഊർജ്ജ കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ട് ആക്രമണം നടത്തും എന്നതാണ് ഇറാൻ നൽകുന്ന മുന്നറിയിപ്പ്. സൈന്യം അതീവ ജാഗ്രതയിലെന്നും ഏത് സാഹചര്യത്തെയും നേരിടാൻ തയ്യാറെന്നും ഇറാൻ വ്യക്തമാക്കുന്നുണ്ട്. ഇതിൽ സൗദി അറേബ്യയുടെ പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അമേരിക്കൻ മാധ്യമങ്ങൾ തന്നെ സൗദി അറേബ്യ ഈ വിഷയത്തിൽ നടത്തുന്ന ഇടപെടലുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ട്രംപുമായി സംസാരിച്ചിരുന്നു. വലിയ ആക്രമണങ്ങൾ ഒഴിവാക്കി നയതന്ത്രത്തിന് അവസരം നൽകണമെന്ന ഒരു ആവശ്യം സൗദി മുന്നോട്ട് വെച്ചു എന്നതാണ് റിപ്പോർട്ട്. ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ അമേരിക്കയ്ക്ക് മേൽ വലിയ സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ എന്നതാണ് മനസ്സിലാക്കുന്നത്. യുദ്ധം തുടരുന്നതിനാൽ അമേരിക്കയുടെ പാട്രിയറ്റ് മിസൈൽ പ്രതിരോധ സംവിധാനത്തിനുള്ള ഇന്റർസെപ്റ്റർ മിസൈലുകളുടെ ശേഖരം ഗണ്യമായി കുറഞ്ഞു എന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇത് അമേരിക്കൻ സൈനികരെ സംരക്ഷിക്കാനുള്ള ശേഷിയെ ബാധിക്കുമെന്ന ആശങ്ക ചില ഉദ്യോഗസ്ഥരും പ്രകടിപ്പിച്ചിട്ടുണ്ട്. സമാധാന ചർച്ചകൾ തുടങ്ങിയില്ല എങ്കിൽ ഈ യുദ്ധം നീട്ടിക്കൊണ്ടുപോകാനുള്ള സംവിധാനവും ശേഷിയും ഇല്ല എന്ന കാര്യം ചൂണ്ടിക്കാട്ടിയതും അമേരിക്കയെ ചിന്തിപ്പിച്ചു എന്നതാണ് മനസ്സിലാക്കുന്നത്. ഈ
അമേരിക്കയെയും ഇറാനെയും വീണ്ടും ചർച്ചാമേശയിൽ എത്തിക്കാനുള്ള മധ്യസ്ഥരുടെ ശ്രമം എന്തായാലും ഇപ്പോൾ തുടർന്നു വരികയാണ്. എന്നാൽ പ്രശ്നം ഇപ്പോഴും പഴയ ഹോർമുസ് തന്നെയാണ്. ലോക എണ്ണ വ്യാപാരത്തിന്റെ നിർണായക പാത അതെങ്ങനെ തുറക്കും എന്നതാണ് പ്രതിസന്ധി. ആരാകും ഇത് നിയന്ത്രിക്കുക എന്നതാണ് ഒരു തീരുമാനത്തിലേക്കോ കരാറിലേക്കോ എത്തുന്നതിൽ ഏറ്റവും വലിയ പ്രതിസന്ധിയായി തുടരുന്നത്. അമേരിക്കയും ഇറാനും തമ്മിൽ ഉള്ള വിശ്വാസക്കുറവും ഒരു പ്രതിസന്ധിയായി നിൽക്കുന്നുണ്ട്. ലബനൻ, ഗാസ, യമൻ, ഇറാഖ് തുടങ്ങിയ പ്രവിശ്യകളിലെ സംഘർഷങ്ങൾ ഈ യുദ്ധവുമായി വളരെ ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഇസ്രയേൽ ഇവിടങ്ങളിൽ സ്വീകരിക്കുന്ന നിലപാട് ഇതും പ്രശ്നം പരിഹരിക്കുന്നതിന് വലിയ പ്രതിസന്ധിയായി തുടരുന്നു. ഇനി എന്ത്? ട്രംപിന്റെ പ്രഖ്യാപനം യുദ്ധത്തിന് വിരാമം ഇടുമോ, അതോ ഇത് മറ്റൊരു താൽക്കാലിക ഇടവേള മാത്രമോ? ഇതിന് കൃത്യമായ ഉത്തരം ഇതുവരെ ലഭ്യമല്ല. പക്ഷേ അടുത്ത ഏതാനും ദിവസങ്ങളിലെ നയതന്ത്ര നീക്കങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അമേരിക്ക ഇറാൻ ബന്ധത്തിന്റെ അടുത്ത ഘട്ടം നിർണ്ണയിക്കുക ഈ ദിവസങ്ങളിൽ നടക്കുന്ന നേരിട്ടുള്ളതോ അല്ലാത്തതോ ആയ ചർച്ചയിലൂടെ ആയിരിക്കും. അതിൽ ഒരു തീരുമാനം ട്രംപ് ഉദ്ദേശിക്കുന്ന തരത്തിൽ എത്തിയില്ല എങ്കിൽ ശക്തമായ ആക്രമണത്തിലേക്ക് ട്രംപ് നീങ്ങാനുള്ള സാധ്യതയാണ് ഉള്ളത് എന്നതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുന്നത്. നമ്മുടെ സമയം അവസാനിക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം ലൈവ് അറ്റ് 6 കാണാം. എല്ലാ പ്രേക്ഷകർക്കും നന്ദി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.